അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദഅവത്ത് അല്ലാഹുവിൽ നിന്നുള്ള നൂറിന്മേൽ ചലിക്കുന്ന ദഅവത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്താണ്. അത് അല്ലാഹുവിന്റെ ദഅവത്താണ്. ശിർക്കിന്റെയും ളലാലത്തിന്റെയും ബിദ്അത്തിന്റെയും ഹവയുടെയും ശുബ്ഹത്തിന്റെയും ജഹലിന്റെയും ഹിസ്ബിയത്തിന്റെയും ഇരുട്ടിൽ അകപ്പെട്ടവരുടെ ദഅവത്ത് പോലെയല്ല. ഇത് കിതാബിന്റെയും സുന്നത്തിന്റെയും ദഅവത്താണ്. അമ്പിയാക്കളുടെ ദഅവത്താണ്. മുർസലീങ്ങളുടെ ദഅവത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്താണ്. ഇത് അല്ലാഹുവിന്റെ ദഅവത്താണ്. അവന്റെ നൂറ് കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ദഅവത്താണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നൂറിൽ നിന്നും നൽകപ്പെട്ട നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ ദഅവത്തിന് വേണ്ടി ഈ നാട്ടിൽ വന്നിട്ടുള്ളത്. അവന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ടും നിഅമത്ത് കൊണ്ടും തൗഫീഖ് കൊണ്ടും മാത്രം തഖ്വയുടെയും ഈമാനിന്റെയും ഇൽമിന്റെയും ദീനിൽ സബാത്ത് കൊണ്ടറിയപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇൽമു പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആ സഹോദരങ്ങളാണ് നമുക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അവർക്കെതിരെ രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിക്കൊണ്ട് സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അവർക്കെതിരെ കള്ള ആരോപണങ്ങളും അവർ തീവ്രവാദികളാണെന്നും പരുക്കനാളുകളാണെന്നും ഷിദ്ദത്തിന്റെയും ഖുലൂവിന്റെയും ആളുകളാണെന്നും ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അവരെ നിന്ദിച്ചുകൊണ്ട് ഷിർക്കിന്റെയും നിഫാഖിന്റെയും കുഫ്റിന്റെയും ഹിസ്ബിയത്തിന്റെയും തഖ്ലീദിന്റെയും എല്ലാം ആളുകൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഷീഈ പാരമ്പര്യം പേറുന്ന സമസ്ത ഖുബൂരികളും ഹിസ്ബിയത്തിന്റെ അപ്പോസ്തലന്മാരായ മുജാഹിദ് സംഘടനകളും തീവ്രവാദ സംഘടനകളെന്ന് ഉലമാക്കൾ വിധി കൽപ്പിച്ചിട്ടുള്ള ഇഖ്വാനുൽ മുസ്ലിമീന്റെ ഈ നാട്ടിലുള്ള ഏജന്റായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തുടങ്ങി ചില വ്യാജ ഡോക്ടർമാരും അവരെല്ലാം ജനങ്ങളെ ഈ മഹത്തായ ഇസ്ലാമിന്റെ ഈ നൂറിൽ നിന്ന്, ഈ പ്രകാശത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ ദഅവത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ അവരോട് ഓർമ്മപ്പെടുത്തട്ടെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദഅവത്താണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് അല്ലാഹുവിന്റെ ദഅവത്താണ്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തി കളയാമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കാതെ വിടുകയില്ല. ആരൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഒളിഞ്ഞും തെളിഞ്ഞും കൊണ്ട് കുതന്ത്രങ്ങളും അക്രമങ്ങളും ഒളിയമ്പുകളും ഈ ദഅവത്തിന് നേർക്ക് എറിഞ്ഞാലും ശരി, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി ഈ ദഅവത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അൽ ഖാഫിലത്തു തസീർ വൽ കിലാബു തംബഹ്.